ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ അരവിന്ദ് കെജ്രിവാളിന് ഇനി ഏക ശരണം സുപ്രീം കോടതി മാത്രമാണ്. അരവിന്ദ് കെജ്രിവാളിന് ഇഡി ചുമത്തിയ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള വിചാരണ കോടതി ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഹൈക്കോടതി നേരത്തെ തന്നെ ഈ ഇഡിയുടെ ഹർജിയിൽ സ്റ്റേ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നുവെങ്കിലും വിധി പറയുന്നതിനായി ഹർജി മാറ്റിവെക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഈ ഹൈക്കോടതി നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ സുപ്രീം കോടതിയിൽ സമീപിക്കുകയും സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നും ഹൈക്കോടതിയെ വിമർശിക്കുന്ന ചില പരാമർശങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. അത് അരവിന്ദ് കെജ്രിവാളിന് അനുകൂലമായ ഒരു ഘടകമായി വേണം വിലയിരുത്താൻ. കാരണം സുപ്രീം കോടതി ഇന്നലെ നിരീക്ഷിച്ചത് സ്റ്റേ നൽകിയ ശേഷം വിധി പറയാൻ മാറ്റിവെച്ച ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ നടപടി ശരിയല്ല, അല്ലെങ്കിൽ അസാധാരണമാണ് എന്നായിരുന്നു. അതേപോലെ തന്നെ ഇന്ന് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നും അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ച വിചാരണ കോടതിയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ചില പരാമർശങ്ങൾ ഉണ്ടായി. അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചത് കൃത്യമായി ഇഡിയുടെ കേസ് പഠിക്കാതെയാണെന്നും ഇഡിക്കെതിരായ വിചാരണ കോടതി ജഡ്ജിയുടെ, ഡൽഹി റൌസ് അവന്യൂ വിചാരണ കോടതി ജഡ്ജിയുടെ ചില നിരീക്ഷണങ്ങൾ ശരിയല്ല എന്നും ഹൈക്കോടതി വിമർശനം ഉന്നയിക്കുകയുണ്ടായി. അതായത് കോടതികൾ തമ്മിൽ തന്നെ അരവിന്ദ് കെജ്രിവാളിന്റെ കേസിൽ ഒരു പോരാട്ടം നടക്കുന്ന തരത്തിലുള്ള ഒരു പ്രതീതിയാണ് ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിന് മുൻപും ഡൽഹി ഹൈക്കോടതിയിൽ നിന്നും ഒരു തരത്തിലുള്ള അനുകൂല വിധിയും ഉണ്ടായ ചരിത്രമില്ല. അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായ ഘട്ടം മുതൽ തന്നെ അരവിന്ദ് കെജ്രിവാളിന്റെ ഏതു ഹർജിയും തള്ളുന്ന ഒരു സമീപനമാണ് ഡൽഹി ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. പക്ഷേ സുപ്രീം കോടതിയുടെ കാര്യം അങ്ങനെയല്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലയളവ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായിരിക്കെ തന്നെ അദ്ദേഹത്തിന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുക്കാനായി ഇടക്കാല ജാമ്യം അനുവദിച്ചത് സുപ്രീം കോടതിയായിരുന്നു. ആ സുപ്രീം കോടതിയാണ് നാളെ അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി പരിഗണിക്കാനിരിക്കുന്നത്. നേരത്തെ ഹൈക്കോടതി ഇതിൽ വിധി പറയാൻ മാറ്റിവെച്ചത് ഒന്നുകൊണ്ട് മാത്രമാണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ കഴിഞ്ഞ ദിവസം ഉണ്ടാകാതെ പോയത്. പക്ഷേ ഇത്തവണ ഹൈക്കോടതിയുടെ വിധി പൂർണ്ണമായും പുറത്തു വന്ന ഈ സാഹചര്യത്തിൽ നാളെ സുപ്രീം കോടതി ഈ വിഷയത്തിൽ നിർണായകമായൊരു നിലപാട് സ്വീകരിക്കുമെന്ന കാര്യം ഉറപ്പാണ്. അത് അരവിന്ദ് കെജ്രിവാളിന് അനുകൂലമായിരിക്കുമെന്നാണ് നിയമവിദഗ്ധർ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ഡൽഹി റൌസ് അവന്യൂവിലെ വിചാരണ കോടതി രൂക്ഷമായാണ് ഇഡിയെ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചുകൊണ്ട് വിമർശിക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിനെതിരെ വ്യക്തമായ തെളിവുകൾ ഇല്ലാതെയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതെന്നുൾപ്പെടെ മുതൽ ഇഡി അരവിന്ദ് കെജ്രിവാളിനോട് പക്ഷാപാതപരമായാണ് പെരുമാറുന്നതെന്ന് വരെ വിചാരണ കോടതി ജഡ്ജി അവരുടെ വിധി പ്രസ്താവത്തിൽ പറഞ്ഞു വയ്ക്കുകയുണ്ടായി. നമുക്കറിയാവുന്നതുപോലെ അരവിന്ദ് കെജ്രിവാളിനെ ഇഡി കുടുക്കുന്നത് ഡൽഹി മദ്യനയ അഴിമതി കേസിലാണ്. 2021 നവംബർ 17 ഡൽഹിയിലെ ആം ആദ്മി പാർട്ടി സർക്കാർ അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ പുതിയ മദ്യനയം അവതരിപ്പിക്കുന്നത്. പുതിയ മദ്യനയം അവതരിപ്പിക്കുമ്പോൾ ആം ആദ്മി പാർട്ടി സർക്കാരിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, കരിഞ്ചന്തയും മാഫിയയുടെയും സ്വാധീനം പൂർണ്ണമായും ഇല്ലാതാക്കുക. രണ്ട്, മദ്യവിൽപ്പനയിൽ നിന്നുള്ള സർക്കാരിൻ്റെ വരുമാനം ഗണ്യമായി ഉയർത്തുക. ഈ എല്ലാ ലക്ഷ്യങ്ങളുമായിരുന്നു മുന്നോട്ട് വെച്ചതെങ്കിലും വലിയ അഴിമതി ആരോപണങ്ങളും ഗുരുതരമായ ആരോപണങ്ങളുമായിരുന്നു ഈ മദ്യനയത്തിനെതിരെ കോൺഗ്രസും BJPയും ഉയർത്തിക്കൊണ്ടുവന്നത്. കോൺഗ്രസ് അവിടുത്തെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ലെറ്റർ പാഡിൽ എഴുതി തയ്യാറാക്കിയ പരാതിയിൽ പറയുന്നത് അരവിന്ദ് കെജ്രിവാൾ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട് നടത്തിയെന്നായിരുന്നു. ആ കോൺഗ്രസ് നേതാക്കൾ അവരുടെ ലെറ്റർ പാഡിൽ എഴുതിയ പരാതി കമ്മീഷണർക്ക് നൽകുകയും ചെയ്യുകയുണ്ടായി. എന്നാൽ BJP കുറച്ചുകൂടി തന്ത്രപരമായാണ് നീങ്ങിയത്. BJPയുടെ നേതാവായ മനോജ് തിവാരി ഈ വിഷയത്തിൽ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേനയ്ക്ക് ഒരു പരാതി നൽകുന്നു. BJP നിയമിച്ച ലഫ്റ്റനന്റ് ഗവർണറായ VK സക്സേന ഇതിന്റെ അടിസ്ഥാനത്തിൽ ഡൽഹി ചീഫ് സെക്രട്ടറിയോട് ഒരു റിപ്പോർട്ട് തേടുന്നു. ഡൽഹി ചീഫ് സെക്രട്ടറി കൊടുത്ത റിപ്പോർട്ടിൽ 2 ഗുരുതരമായ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന്, ലൈസൻസികൾക്ക് അനർഹമായ സഹായം സർക്കാർ ചെയ്തു നൽകി. അതായത് അരവിന്ദ് കെജ്രിവാളിൻ്റെയും മനീഷ് സിസോദിയയുടെയും ഒക്കെ നേതൃത്വത്തിലുള്ള ഡൽഹിയിലെ ആം ആദ്മി പാർട്ടി സർക്കാർ മദ്യനയത്തിൻ്റെ ഭാഗമായി ലൈസൻസുകൾക്ക് 144.36 കോടി രൂപയുടെ ഇളവ് ചെയ്തു നൽകി എന്നായിരുന്നു ആ റിപ്പോർട്ടിലെ ആക്ഷേപം. ഇതിനു പിന്നാലെ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന
CBI അന്വേഷണത്തിന് ഉത്തരവിടുകയുണ്ടായി. ഈ CBI അന്വേഷണമാണ് പിന്നീട് ED ഏറ്റെടുക്കുകയും അതിൽ കള്ളപ്പണം വെളുപ്പിക്കൽ ചുമത്തുകയും ഒക്കെ ചെയ്ത ശേഷം മനീഷ് സിസോദിയെയും സഞ്ജയ് സിംഗിനെയും പോലെ പ്രധാനപ്പെട്ട ആം ആദ്മി പാർട്ടി നേതാക്കളെ അറസ്റ്റ് ചെയ്യുന്നതും അതിനുശേഷം അരവിന്ദ് കെജ്രിവാളിലേക്ക് തന്നെ എത്തുന്നതും. എന്തായാലും ഇപ്പോൾ കേസിന്റെ നാൾ വഴികൾ പുതിയ തലത്തിലേക്ക് കടക്കുകയാണ്. വിചാരണ കോടതി ജാമ്യം അനുവദിക്കുന്നു. അതിനെ ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് സ്റ്റേ ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. ഹൈക്കോടതിയുടെ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതി രംഗത്ത് വരുന്നു. അങ്ങനെ നിയമവിദഗ്ധർക്കും ന്യായാധിപന്മാർക്കും ഇടയിൽ തന്നെ ഒരു തർക്ക വിഷയമായി മാറുകയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ഈ മദ്യനയ അഴിമതി കേസ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്തായാലും നാളെ സുപ്രീം കോടതി അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഒരു അനുകൂല തീരുമാനം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്.